എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇവിടെ പറയുന്നത് ദുർഗാദേവിയുടെ വളരെ വിശേഷപ്പെട്ട ഒരു സ്തോത്രമാണ്. കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കുന്ന ദേവിയാണ് ദുർഗാദേവി. അതുകൊണ്ട് തന്നെ ദേവിയെ ദുർഗതി നാശിനി എന്നും വിളിക്കുന്നുണ്ട്. ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം ദുർഗാമന്ത്രങ്ങൾ ചൊല്ലി ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. നാമജപങ്ങൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത ഇല്ലാതിരിക്കുകയോ വീട്ടിൽ സമാധാനമില്ലാതിരിക്കുകയോ അങ്ങനെ പലർക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ടാവാം. അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കാൻ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ ഈ ഒരു സ്തോത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ദിവസവും വളരെ നിഷ്ഠയോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനാ രീതി, അത് ഏവർക്കും ജീവിതത്തിൽ തുടരാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ദേവി ഓരോന്നായിട്ട് മാറ്റി ജീവിതത്തിലൊരു സമാധാനവും എല്ലാം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്ന, അനുഭവത്തിലൂടെ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന, അനുഭവത്തിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ദേവിയുടെ ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താരീതികൾ, നമുക്കെല്ലാം നമ്മുടെ മനസ്സ് വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ ആവുന്നുണ്ടാവും. എല്ലാവർക്കും ഒരു ചെറിയൊരു കാര്യം ജീവിതത്തിൽ വന്നാൽ പോലും അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെ ചെറിയൊരു കാര്യങ്ങളിൽ പോലും മനസ്സ് വളരെയധികം അസ്വസ്ഥരാവാറുണ്ട് മിക്ക ആളുകളും. ശരിക്കും പ്രാർത്ഥനയിലൂടെ നമുക്ക് അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാണ്, നമുക്ക് എന്ത് വന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല എന്നൊരു രീതിയിലോട്ട് നമ്മുടെ മനസ്സ് മാറും. എല്ലാത്തിനെയും നമുക്ക് വളരെ എളുപ്പത്തിൽ, വളരെ ഈസി ആയിട്ട് അതിനെ തരണം ചെയ്യാൻ സാധിക്കും. ചെറിയൊരു കാര്യം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അസ്വസ്ഥരാകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഒരു ധൈര്യവും ആത്മവിശ്വാസവും മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കും. മനസ്സിലൊരു കല്ലെടുത്ത് വെച്ച ഒരു ഭാരം അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ, പല വേദനകളുണ്ടാവുമ്പോൾ. പക്ഷെ അതെല്ലാം മാറും. പക്ഷെ അത് നിഷ്ഠയോടുകൂടി ചെയ്യണം. എന്നും മുടങ്ങാതെ ഒരു പ്രാർത്ഥനാ രീതി. അത് ഏത് ദേവതയായിക്കോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവം ആയിക്കൊള്ളട്ടെ, എന്നാലും ആര് തന്നെയാണെങ്കിലും അതിൽ ഉറച്ചു നിന്ന് മുടക്കം വരുത്താതെ നിങ്ങൾക്കത് എന്നും പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ, ഈ മന്ത്രം ദേവിയുടെ മന്ത്രം എന്ന് മാത്രമല്ല, ആരുടെയും ഏത് ഭഗവാന്റെയും നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾ തന്നെ ആലോചിക്കും, ഞാൻ വളരെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കാറുണ്ടായിരുന്നല്ലോ, ഇപ്പം എന്താ എനിക്ക് ആ ഒരു വിഷമം മനസ്സിനില്ലാത്ത, എന്താ തോന്നാത്ത? നമ്മൾ ഇതിൽ പ്രാർത്ഥനയിലും എല്ലാത്തിലും മുഴുകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ചെവി അതുപോലെ നമ്മുടെ കണ്ണ്, നമ്മൾ അതിലൂടെയാണ് പലതും കാണുന്നത്, വേറൊരാളുടെ വാക്ക് നമ്മൾ കേൾക്കുന്നത് അങ്ങനെയല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ലത് മാത്രം കാണാനും നല്ലതിനെ മാത്രം കേൾക്കാനും തുടങ്ങും. നമ്മുടെ മുന്നിലിരുന്ന ആളുകൾ നമുക്ക് എന്ത് വേണേലും പറഞ്ഞോട്ടെ, പക്ഷേ നമ്മളുടെ മനസ്സിലേക്ക് നല്ലത് മാത്രമാണ് കേൾക്കാൻ സാധിക്കുക, നല്ലത് മാത്രമാണ് നമ്മൾ കേൾക്കുക, നല്ലത് മാത്രമാണ് കാണാൻ കഴിയുക. അതൊരു വലിയൊരു വ്യത്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. വേറെയുണ്ട്, നമ്മുടെ ചിന്താരീതികളെ ഓരോ തരത്തിലും ദേവിയുടെ പല രൂപങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറയാം. നമ്മൾ കുറച്ചധികം അതിൽ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു ദേവീ സാന്നിധ്യം പ്രവർത്തിക്കുന്നത്,
എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ദുർഗാദേവിയുടെ ശക്തമായ ഒരു സ്തോത്രമായിട്ടുള്ള ദുർഗാ പഞ്ചരത്നമാണ്. ദുർഗാ പഞ്ചരത്ന സ്തോത്രമാണ്. അത് ഞാൻ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഡിസ്ക്രിപ്ഷനിലും അത് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാം. പ്രാർത്ഥിക്കാം എല്ലാവർക്കും. ശ്രീ ദുർഗാ പഞ്ചരത്ന സ്തോത്രം. തേ ധ്യാനയോഗാനുഗതാ അപശ്യन् ത്വാമേവ ദേവീം സുഗുണൈർനിഗൂഢാം ത്വമേവ ശക്തി പരമേശ്വരസ്യ മാം പാഹി സർവേശ്വരീ മോക്ഷദാത്രീ. ദേവാത്മശക്തി ശ്രുതിവാക്യഗീതാ മഹർഷിലോകസ്യ പുരപ്രസന്നാ ഗുഹാപരം വ്യോമ സദപ്രതിഷ്ഠാ മാം പാഹി സർവേശ്വരി മോക്ഷദാത്രീ. പരാസ്യ ശക്തിർവിവിധാ ശ്രുതായാ ശ്വേതാശ്വവാക്യോതി തദേവി ദുർഗേ സ്വഭാവികി ജ്ഞാനബലക്രിയാതേ മാം പാഹി സർവേശ്വരി മോക്ഷദാത്രീ. ദേവാത്മശബ്ദേന ശിവാത്മഭൂതാ യത്കൂർമവായവ്യവചോ വിവൃത്യാ ത്വം പാശവിച്ഛേദകരീ പ്രസിദ്ധാ മാം പാഹി സർവേശ്വരീ മോക്ഷദാത്രീ. ത്വം ബ്രഹ്മപുച്ഛാ വിവിധാ മയൂരീ ബ്രഹ്മപ്രതിഷ്ഠാസ്യുപദിഷ്ടഗീതാ ജ്ഞാനസ്വരൂപാത്മതയാഖിലാനാം മാം പാഹി സർവേശ്വരീ മോക്ഷദാത്രീ.